കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത്. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഒറ്റ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. വിശ്വാസം അവളെ രക്ഷിച്ചിരിക്കുന്നു, അത് നിമിത്തമായി സമാധാനത്തോടെ മടങ്ങിപ്പോകുന്നു, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്നു. ഇതിന് വലിയൊരു മിറക്കിൾ അല്ലെങ്കിൽ ഒരത്ഭുതം, ഒരു വിടുതൽ നമുക്ക് ഈ പുസ്തകത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായത്. രക്ഷ, സമാധാനം, സ്വസ്ഥത. പല സ്ഥലങ്ങളും യേശു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീടിന് സമാധാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്വസ്ഥമായ പല സാഹചര്യങ്ങളെയും സ്വസ്ഥതയിലേക്ക് കർത്താവ് നയിച്ചിട്ടുണ്ട്. കാറ്റും കടലും അടങ്ങി വലിയ സ്വസ്ഥത അല്ലെങ്കിൽ ശാന്തത വന്നു എന്ന് നാം വായിക്കുന്നു. എന്നാൽ ഇവിടെ ഒറ്റ വാക്യത്തിൽ തന്നെ 3 അത്ഭുതകരമായ മറുപടികൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് വന്ന് സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഗം ഇന്ന് നാം ചിന്തിക്കുന്നത്, നാം പഠിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പല സംഭവങ്ങളാണ്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ, 12 ശിഷ്യന്മാർ, യായിറോസിന്റെ 12 വയസ്സുള്ള മകൾ. ഇവിടെ ഈ സഹോദരി 12 വർഷം രക്തസ്രവമുള്ള രോഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സഹോദരി. നാം ഈ അധ്യായം സസൂക്ഷ്മം പഠിച്ചാൽ ഈ അധ്യായത്തിൽ മരണം പതിയിരിക്കുകയാണ്. മരണം ആഗ്രഹിച്ച ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനായ വ്യക്തി, മരണം കാത്തുകിടക്കുന്ന 12 വർഷം രോഗിയായി മരിച്ചു ജീവിക്കുന്ന ഈ സഹോദരി, യായിറോസിന്റെ മകൾ, 12 വയസ്സുള്ള കുട്ടി, കഠിനമായ രോഗം, മരണത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ 12 ശിഷ്യന്മാരുടെ മരണഭയം, മരിക്കുമെന്നുള്ള അവരുടെ ഒരു തോന്നൽ, 12 പേര് ഒരുമിച്ച് ഈ കടലിൽ മുങ്ങിത്താഴും എന്നുള്ള വലിയൊരു മരണഭയം, ഞങ്ങൾ നശിച്ചു പോകുന്നു, അക്കരെ എത്തുകയില്ല, മറുകര കാണുകയില്ല, ഈ തിരമാല പടകിനെ മുക്കിക്കളയും എന്നുള്ള ക്രമത്തിൽ 12 പേരും നിലവിളിക്കുകയാണ്. നിലവിളി കാണുന്നു. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന്റെ നിലവിളി നാം കേൾക്കുന്നു. യായിറോസിന്റെ നിലവിളി കാണുന്നു. രക്തസ്രവമുള്ള ഈ സ്ത്രീയുടെ പരവേശം അല്ലെങ്കിൽ രോഗത്തിന് ശമനമില്ലാതെ ജീവശവമായിരിക്കുന്ന ഈ സഹോദരിയുടെ ധീരരോദനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യായിറോസിന്റെ വീട്ടിലെ മരണം കാരണം അവിടുന്ന് ഉയരുന്ന നിലവിളി. ചുരുക്കം പറഞ്ഞാൽ ഈ അധ്യായം മുഴുവൻ ഭയത്തിൻ്റെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും അസഹനീയമായ രോഗത്തിൻ്റെയും വേർപാടിൻ്റെയും വിഷയങ്ങളാണ് നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത്. ഇവിടെ ഭൂതാത്മാക്കളെ കാണുന്നു, രോഗാത്മാവിനെ കാണുന്നു, മരണാത്മാവിനെ കാണുന്നു. എല്ലാ വിഷയവും ഈ അധ്യായത്തിലുണ്ട്. ശരീരത്തെ സംബന്ധിച്ചിരിക്കുന്ന ക്ലേശങ്ങൾ, മനസ്സിനെ സംബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങൾ, ആത്മാവിനെ സംബന്ധിക്കുന്ന വിഷയമായിരിക്കുന്ന മരണം, എല്ലാം ഈ അധ്യായത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ അധ്യായത്തിൽ നിലവിളിയും മരണവും രോഗവും മാത്രമല്ല ഉള്ളത്. ഈ അധ്യായത്തിൽ സകലത്തിന് മേലെ അധികാരിയായ ക്രിസ്തുവുണ്ട്. എല്ലാ സ്ഥലത്തും വെളിപ്പെട്ട് വരുന്ന യേശുവിന്റെ സാന്നിധ്യമുണ്ട്. എല്ലാ വിഷയത്തിൻ്റെയും പരിഹാരകനായ യേശു കർത്താവുണ്ട്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ക്രിസ്തു ഈ അധ്യായത്തിലുണ്ട്. മരണത്തിന്മേൽ അധികാരിയായിരിക്കുന്ന യേശു ഈ അധ്യായത്തിലുണ്ട്. ഭൂതാത്മാവിന്റെ മേലും രോഗാത്മാവിന്റെ മേലും പൈശാചിക ശക്തിയുടെ മേലും അധികാരമുള്ള ക്രിസ്തു ഈ അധ്യായത്തിലുണ്ട്. നമ്മുടെ വിഷയം എന്തും ആകട്ടെ, പക്ഷേ പ്രിയരെ, യേശുവിന് സകലത്തിന് മേലും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് ഈ അധ്യായത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു. നാം വായിച്ച ചിന്തയിലേക്ക് മടങ്ങി വരുമ്പോൾ, ഒരു സഹോദരിയുടെ നിശബ്ദമായ പ്രവൃത്തികൾ, അവൾ തൊട്ടതുപോലും ആരും അറിഞ്ഞില്ല. അത് ചെയ്തവളെ കാണുവാൻ യേശു ചുറ്റും നോക്കി. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ആരും തൊട്ടില്ലെന്നാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ വലിയ ബഹുപുരുഷാരമുണ്ട്. പുരുഷാരത്തിൻ്റെ ആരവാരമുണ്ട്. വലിയ ജനക്കൂട്ടം ഈ യാത്രയിൽ കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം ഉണ്ട്. യായിറോസ് ഉണ്ട്. ഈ യാത്ര വലിയൊരു ഘോഷയാത്രയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കഥാപാത്രമായിരിക്കുന്ന 12 വർഷം രക്തസ്രവമുള്ള ഈ സഹോദരി പാർക്കുന്ന വീടിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ യാത്ര പോകുന്നത്. അവൾക്ക് വേണ്ടിയല്ല ഈ യാത്ര പോകുന്നത്, യായിറോസിന് വേണ്ടിയാണ്. അവിടെ നിന്ന് ഇടപെടുവാൻ മറ്റാർക്ക് വേണ്ടി മുൻപോട്ട് പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിലും നിസ്സഹായതയോടെ എങ്ങൊന്നും ഒരു ആശ്രയം ലഭിക്കാത്ത, ആശയറ്റ, ആശ്വാസം നഷ്ടപ്പെട്ട, ഇനിയും ആശിക്കാനൊന്നുമില്ലാത്ത, ആശ്രയിപ്പാൻ ആരുമില്ലാത്ത, മതവും മതത്തിൻ്റെ പുരോഹിതന്മാരും പ്രമാണവും അതിൻ്റെ വിലക്കുകളും ഒരു സ്ത്രീയെ നാളുകളായിട്ട് അതിർത്തിരിച്ച് അകറ്റി നിർത്തിയെങ്കിൽ, ഇപ്പോൾ അവൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് മതത്തിനപ്പുറത്ത്, മതത്തിൻ്റെ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറത്ത്, മതത്തിൻ്റെ പുസ്തകത്തിനും പ്രമാണത്തിനും അപ്പുറത്ത്, നിയമങ്ങൾക്കും അധികാരസ്ഥന്മാർക്കും അപ്പുറത്തേക്ക് അവസാനത്തെ ഒരു ഇടപെടലിന് വേണ്ടി അവൾ തയ്യാറായി. ഇവിടെ പ്രിയരെ, വാക്കുകളില്ല, അപേക്ഷയില്ല, വിശ്വാസത്തിൻ്റെ യാതൊരു ഏറ്റുപറച്ചിലും പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല. എല്ലാം രഹസ്യമായി തന്നോട് തന്നെ, അവളോട് തന്നെ. അത് കേൾക്കുവാൻ സഹായികളില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല,
കുടുംബാംഗങ്ങളില്ല, അവളുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒരാൾ പോലുമില്ല. അവൾ അവളോട് തന്നെ പറഞ്ഞു. അവൾ അവളുടെ വിടുതലിനെക്കുറിച്ച് സംസാരിച്ചു, അവൾ അവളുടെ സൗഖ്യത്തെക്കുറിച്ച് സംസാരിച്ചു, അവൾ അവളുടെ അത്ഭുതത്തെക്കുറിച്ച് സംസാരിച്ചു, അവൾക്ക് വെളിപ്പെട്ട് വരുന്ന വിടുതലിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, അതിന് വലിയ ശബ്ദങ്ങളോ ഉച്ചത്തിലുള്ള നിലവിളിയോ നിരന്തരമായ അപേക്ഷകളോ ഒന്നുമില്ല. യേശുവിനെ തൊട്ടില്ല. യേശുവിൻ്റെ നിലയെങ്കിൽ തൊടുവാൻ അവൾ കഴിഞ്ഞില്ല. വസ്ത്രത്തിൽ നിന്ന് തുന്നിച്ചേർത്ത് മാറ്റി ഇട്ടിരിക്കുന്ന തൊങ്ങലിൽ അവൾ തൊട്ടു. യേശുവിൻ്റെ ശരീരത്തിൽ തൊട്ടവർക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ തൊങ്ങലിൽ തൊട്ട ഈ സഹോദരി വിടുവിക്കപ്പെട്ടു. അവൾ സൗഖ്യമായി. ആ ക്ഷണനേരത്തിൽ തന്നെ അവളുടെ വിടുതൽ അവളുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ രൂപവും പോയി, ഭാവവും പോയ ഈ സ്ത്രീ, ആകൃതിയും പ്രകൃതിയും എല്ലാം നഷ്ടപ്പെട്ട ഈ സ്ത്രീ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രക്തം വാർന്ന് ഒരു ജീവശവമായ സഹോദരി എന്ന് പറയാം. പക്ഷെ അവസാനത്തെ പരിശ്രമം യേശുവിനെ ഒന്ന് തൊടുവാൻ സകല വൈദ്യന്മാരും അവളെ തൊട്ടു. അവരെല്ലാം രോഗത്തിന് ചികിത്സിച്ചു. പക്ഷേ രോഗത്തിനപ്പുറത്തുള്ള, ഇവിടെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇവിടെ മുതലെല്ലാം തിന്നുകളഞ്ഞ് വൈദ്യശാസ്ത്രം അപകരിച്ചെടുത്ത, അല്ലെങ്കിൽ വൈദ്യന്മാരാൽ ഏറിയൊന്ന് പീഡിപ്പിക്കപ്പെട്ട, ഇവിടെ ശരീരം ഒരു പഠന വിഷയമാക്കി തീർക്കുന്ന പോലെ ഒരിക്കലും സൗഖ്യമില്ലാത്ത ഈ അവസ്ഥയിൽ ഈ രോഗം അവളെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവളുടെ മാതാപിതാക്കളിട്ട നല്ല പേരുകൾ അവൾക്ക് കാണും. ഇപ്പോൾ രോഗത്തിൻ്റെ പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. രക്തസ്രവക്കാരിയായ സ്ത്രീ. ഞാൻ പറയട്ടെ, അവൾക്കും ഒരു ദിവസമുണ്ട്. അവളുടെ യജമാനൻ, അവളുടെ വീണ്ടെടുപ്പുകാരൻ, അവളുടെ രക്ഷിതാവ്, അവളുടെ സൗഖ്യദായകൻ, അവളുടെ പ്രാർത്ഥനയുടെ മറുപടി, അവളുടെ വാക്തത്വം അവൾ പാർക്കുന്ന വീടിൻ്റെ മുൻപിൽ കൂടെ പോയി. അവൾക്ക് വേണ്ടി യായിരോസിന് വേണ്ടി പോവുകയാണ്. പക്ഷേ ഇത് അവൾക്ക് വേണ്ടിയുള്ള യാത്രയാണ്. അവൾ കയറി ഇടപെട്ടു. യായിരോസിന്റെ വീട്ടിലേക്കുള്ള യാത്രയെ തടഞ്ഞു, അല്ലെങ്കിൽ യേശുവിനെ നിർത്തി. തൽഫലമായി യേശു താമസിച്ചപ്പോൾ നടക്കേണ്ടത് നടന്നു. യായിരോസിന്റെ വീട്ടിൽ ഒടുക്കത്തെ മരണം കയറി ആ കുട്ടിയുടെ ജീവനെ അപഹരിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് ഈ അധ്യായത്തിൽ കാണുന്ന ഒരു വലിയ ശുഭവാർത്ത? ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന് വിടുതലുണ്ട്. അവൻ മരണം കാത്ത് കല്ലറവാതിക്കൽ കിടക്കുകയാണ്. അവൻ മരിച്ചാൽ മതി, പക്ഷെ അവന് മരിക്കാനും കഴിയുന്നില്ല. ഈ സ്ത്രീ മരണം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്, പക്ഷെ അവളും മരിച്ചില്ല. യായിരോസിന്റെ മകൾ മരിച്ചു, പക്ഷെ എന്നാൽ മരിച്ചില്ല. യേശു അവിടെ ചെന്നു. പിശാച് എടുത്തുകൊണ്ടുപോയ മരണത്തെ തിരിച്ചു വെപ്പിച്ചു. ഒടുക്കത്തെ മരണത്തെ തോൽപ്പിച്ചു. ഒടുക്കത്തെ ശത്രു ജീവന്റെ നായകനായ യേശുവിന് മുമ്പിൽ കീഴടങ്ങി. എന്നാണ് വായിച്ച വാക്യം. നിനക്കിപ്പോൾ രക്ഷ, നിനക്ക് സമാധാനം, അതിനേക്കാളുപരി സ്വസ്ഥത. ഇതാണ് പ്രിയമുള്ളവരെ സമ്പൂർണ്ണമായ വിടുതൽ. കേവലം രോഗശാന്തി അല്ല ഇത്. അതിനേക്കാളൊക്കെ അപ്പുറമായി സ്വസ്ഥതയിലേക്ക്, നാളുകളായിട്ടുള്ള അസ്വസ്ഥതകൾ, അസഹനീയമായ വേദനകൾ, ദീനരോധനങ്ങൾ, ശരീരം ക്ഷീണിച്ചു പോയത്, അവിടെ ജീവൻ ക്ഷയിച്ചു പോയത്, അവിടെ രൂപവും ആകൃതിയും എല്ലാം നഷ്ടപ്പെട്ടത്, മറ്റുള്ളവരുടെ മുമ്പിൽ വിരൂപമായി അവൾ ആയിത്തീർന്നത്, ഇപ്പോൾ ആ ഒറ്റ സ്പർശനത്താൽ ഒരു സമ്പൂർണമായ രക്ഷ, പൂർണ്ണമായ രക്ഷ, ഒരു സൗഖ്യമല്ലത്. അതിനേക്കാൾ അപ്പുറമായി ആ സഹോദരി കർത്താവ് റീസ്റ്റോർ ചെയ്തു, യഥാസ്ഥാനപ്പെടുത്തി. സമാധാനം മാത്രമല്ല, സ്വസ്ഥത. ഇനി മനസ്സ് ഭാരപ്പെടുകയില്ല, ഉള്ളം കലങ്ങേണ്ട, നിന്റെ നെടുവീർപ്പുകൾ വേണ്ട. നിന്റെ രക്ഷിതാവ്, നിന്റെ കർത്താവ്, നിന്നെ വിടുവിക്കുന്നവൻ, നിന്നെ വീണ്ടെടുപ്പുകാരൻ, നിന്നെ ഉദ്ധരിക്കുന്നവൻ, നിന്റെ ഒറ്റ സ്പർശനത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ, നിന്നെ മകളെ എന്ന് വിളിക്കുന്നവൻ, നിന്നോട് വീണ്ടും പ്രത്യാശയുടെ ദൂതുകൾ പറയുന്നവൻ, സമാധാനത്തോടെ നിന്നെ മടക്കി അയക്കുന്നവൻ. അതെ, യേശുവാണ് ഇതിന് കാരണം. എൻ്റെ ചിന്ത ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. വാക്കുകളോ അപേക്ഷകളോ ഉച്ചത്തിലുള്ള നിലവിളിയോ പ്രാർത്ഥനകളോ ഒന്നും ഇവിടെ സംഭവിച്ചില്ല. വളരെ ആരും അറിയരുത് എന്ന് വെച്ച് അവൾ നിശബ്ദമായ തൊങ്ങലിൽ തൊട്ടു. പക്ഷെ എല്ലാവരും അറിഞ്ഞു. പുരുഷാരത്തിൻ്റെ ഉച്ചത്തിലുള്ള സംസാരം, ബഹളം, വലിയ സംഭാഷണം, ആരവാരം എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ അവൾക്കുള്ളത് അവൾ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ചിന്ത ഇന്ന് പറക്കാൻ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.